നമസ്കാരം. ഏറെ കൊട്ടിഘോഷിച്ച സർക്കാർ കൊണ്ടുവന്ന AI ക്യാമറകൾ 6 മാസം കഴിയുമ്പോൾ മരണക്കിടക്കയിലാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ പിഴച്ചതും സംസ്ഥാനത്തെ ദാരിദ്ര്യവും സർക്കാരിൻ്റെ ഏകോപനമില്ലായ്മയ്ക്കും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ക്യാമറകൾ. 2023 ജൂൺ 5 സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചത് മുതൽ ഇതുവരെ പ്രവർത്തിപ്പിച്ച ഇനത്തിൽ സർക്കാർ കെൽട്രോണിന് നൽകാനുള്ളത് 23 കോടി രൂപ. ഇതുവരെ 34 ലക്ഷം ചലാനുകളാണ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 16 ലക്ഷത്തോളം ചലാൻ തപാൽ വഴി അയച്ചു കഴിഞ്ഞു. പണം നൽകാത്തതിനാൽ ബാക്കിയുള്ളവ അയച്ചിട്ടില്ല. തങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ചലാൻ അയക്കാൻ ഇനി പറ്റില്ല എന്നാണ് കെൽട്രോണിൻ്റെ നിലപാട്. ഈ പദ്ധതിക്കായി കെൽട്രോൺ ചെലവഴിച്ച 232 കോടി ഗഡുക്കളായി തിരികെ നൽകാമെന്നാണ് സംസ്ഥാന സർക്കാർ അന്ന് ഉറപ്പു പറഞ്ഞത്. കെൽട്രോണിന് ഇതുവരെ നയാ പൈസ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ജീവനക്കാരുടെ ശമ്പളം, ചലാനുകൾ ഇഷ്യൂ ചെയ്യുന്നത്, സിസ്റ്റം മെയിൻ്റനൻസ് എന്നിവയ്ക്കായി കെൽട്രോൺ എല്ലാ മാസവും 1 കോടി രൂപയോളം ചെലവഴിക്കുന്നുണ്ട്. ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടും 1 മാസത്തോളമായി നിയമലംഘകർക്ക് കെൽട്രോൺ നോട്ടീസ് അയച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ സർക്കാരിൽ നിന്ന് കെൽട്രോണിന് ലഭിക്കേണ്ട ആദ്യ ഗഡുവായ 11,79 ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. പണമില്ലാത്തതിനാൽ തന്നെ റോഡ് ക്യാമറ കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചതോടെ പദ്ധതി തന്നെ പൊളിയുന്ന അവസ്ഥ. ഇതോടെ ഇനി ആർക്കും പിഴ നോട്ടീസ് കിട്ടില്ല എന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണമായത്. ഇതിനൊപ്പം ചർച്ചയായ അഴിമതി ആരോപണങ്ങളിലെ ഗൾഫ് ബന്ധം പുറത്തായതും AI ക്യാമറകൾക്ക് വലിയ രീതിയിൽ വിനയായി. മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ ഉണ്ടായിരുന്ന 140 പേരിൽ 55ഓളം പേരെയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ പിൻവലിച്ചത്. AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ഇതുമൂലം കെൽട്രോണുമായുള്ള സപ്ലിമെന്ററി കരാറിൽ ഏർപ്പെടാൻ സർക്കാരിന് കഴിയുന്നുമില്ല. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂണിലാണ് സംസ്ഥാനത്തുടനീളമായി 726 AI ക്യാമറകൾ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ചത്. 232 കോടി രൂപയുടെ ഈ പദ്ധതി റോഡ് അപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു എന്നാണ് അവകാശവാദം. എന്നാൽ പദ്ധതിയുടെ ചെലവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ ചില്ലറയല്ലായിരുന്നു. കണക്കുകൾ പ്രകാരം 80 കോടി രൂപയിൽ ഇതിലും മികച്ച സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങേണ്ട പ്രോജക്റ്റിന് 232 കോടി രൂപ ചെലവായതിൽ വലിയ പ്രക്ഷോഭങ്ങൾ പോലും ഉണ്ടായി. ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടും തീർന്നില്ല പുകില. പ്രതിപക്ഷ പ്രതിഷേധങ്ങളും തെറ്റായ ചലാനുകൾ അയച്ചതും ക്യാമറയിൽ ക്ലിക്കായ ഫോട്ടോയിലെ പ്രേതവും പലവിധ പരാതികളും എല്ലാം കൊണ്ടും സർക്കാരിന് ചീത്തപ്പേര് തന്നെ ഉണ്ടാക്കി ഈ ഒരു പദ്ധതി. ഒടുവിലിതാ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും കൈകാര്യം ചെയ്യാനും കരാറെടുത്ത കെൽട്രോൺ സഹികെട്ട നിവർത്തികെട്ട രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെ കുടിശ്ശിക നൽകാത്തതിനാൽ AI ക്യാമറകൾ ഏത് നിമിഷവും പ്രവർത്തനരഹിതമാകുമെന്ന് ഉറപ്പാണ്. ഓപ്പറേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് AI ക്യാമറ നടപ്പിലാക്കിയത്. ഇത് ലംഘനങ്ങൾ കണ്ടെത്തി കൺട്രോൾ റൂമിലേക്ക് ചിത്രങ്ങൾ അയക്കും. അവിടെ ഉദ്യോഗസ്ഥർ ചിത്രങ്ങൾ അവലോകനം ചെയ്ത ശേഷം ചലാൻ നൽകുന്നതായിരിക്കും. ഇതായിരുന്നു ആ ഒരു രീതി. ഈ നടപടികൾക്കെല്ലാം ലക്ഷങ്ങളാണ് വൈദ്യുതി ബില്ലായി അടയ്ക്കേണ്ടിയിരുന്നത് കെൽട്രോണിന്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മാസം തോറും ബില്ലുകൾ വിതരണം ചെയ്തിട്ടും കൺട്രോൾ റൂമുകൾ പണം അടച്ചിട്ടില്ല ഇതുവരെ. സർക്കാർ കരാർ പ്രകാരം സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കമ്പനി വൈദ്യുതി ബിൽ അടയ്ക്കണമെന്നാണ്. എന്നിരുന്നാലും പദ്ധതിയുടെ കുടിശ്ശിക ഇനത്തിൽ കെൽട്രോണിന് സർക്കാരിൽ നിന്ന് 1 പൈസ പോലും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ അടയ്ക്കാനാണ്? എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന ബിൽ കുടിശ്ശിക അടയ്ക്കുന്നതിൽ കമ്പനി വീണ്ടും പരാജയപ്പെട്ടാൽ ഇലക്ട്രിസിറ്റി ബോർഡ് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ കൺട്രോൾ റൂമുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിനുള്ള സാധ്യതകളും ഏറെയാണ്. തുടക്കത്തിൽ AI ക്യാമറകൾ നടപ്പിലാക്കുമ്പോൾ KSEBയും MVDയും തമ്മിൽ പല കാര്യങ്ങളിലും വലിയ രീതിയിൽ തർക്കമുണ്ടായിരുന്നു. റൂഫിൽ ഏണി കയറ്റിയ KSEB വകുപ്പിന്റെ വാഹനത്തിനെതിരെ AI ക്യാമറകൾ ചലാൻ നൽകിയിരുന്നു. ഇതിനു പകരമായി കുടിശ്ശികയുള്ള വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാത്തതിനെ തുടർന്ന് MVD ഓഫീസിലേക്കുള്ള വൈദ്യുത ബന്ധം KSEBയും വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിനും MVDക്കും പുതിയ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതായിട്ടും പ്രശ്നങ്ങൾ ഇതുപോലെ നിലനിൽക്കുകയാണ്. 2023 ഏപ്രിൽ 20 AI ക്യാമറകൾ നടപ്പിലാക്കിയതിനു ശേഷം ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ 33 കോടി രൂപ പിഴയായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്.
ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് 500 രൂപ പിഴ, ട്രിപ്പിൾ റൈഡിങ്ങിന് 1000 രൂപ എന്നിവ ഈടാക്കിക്കൊണ്ടിരുന്നു. അതോടൊപ്പം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് 2000 രൂപ പിഴ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ 500 രൂപ പിഴ, അമിത വേഗവും അനധികൃത പാർക്കിങ്ങിനും യഥാക്രമം 1500-ഉം 280 രൂപ പിഴ ഈടാക്കിയിരുന്നു. ഇത് വഴിയരികിൽ നിന്നുള്ള പോലീസ് ചെക്കിങ്ങിനേക്കാൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വകകളായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് എല്ലാം നശിച്ച മട്ടാണ്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ക്യാമറ ഏത് നിമിഷവും കണ്ണടയ്ക്കും. അവശ്യ കാര്യങ്ങൾക്ക് കാശ് കൊടുക്കാതെ അനാവശ്യ ധൂർത്ത് നടത്തുന്ന സർക്കാരിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറകൾ തുരുമ്പെടുത്ത് നശിച്ചാലും അത്ഭുതപ്പെടാനില്ല.